അന്തരിച്ച മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ ബാബു പോളിൻ്റെ ഭൗതിക ശരീരം സംസ്കരിച്ചു. ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. പെരുമ്പാവൂർ കുറുപ്പുംപടി സെൻറ് മേരീസ് യാക്കോബ കത്തീഡ്രലിൽ ഔദ്യോഗിക ബഹുമതികളോടെയാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സംസ്കരിച്ചത്. മൃതദേഹം ഇന്നലെ രാവിലെ പുന്നോട് സെൻറ് പീറ്റേഴ്സ് യാക്കോബായ കത്തീഡ്രലിൽ എത്തിച്ചിരുന്നു. കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവയുടെ നേതൃത്വത്തിൽ ശുശ്രൂഷയും നടത്തി. തുടർന്ന് കവടിയാർ മമ്മീസ് കോളനിയിൽ, അതായത് അദ്ദേഹം താമസിച്ചിരുന്ന വീടായ മമ്മീസ് കോളനിയിലെ ചീരത്തോട്ടം വീട്ടിലേക്ക് കൊണ്ടുപോയി. തുടർന്ന് ഇന്ന് രാവിലെ 5 മണിക്ക് മൃതദേഹം പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. 12 മണിയോടെ കുറുപ്പുംപടിയിൽ ബാബു പോളിൻ്റെ പിതാവ് PA പൗലൂസ് കോർ എപ്പിസ്കോപ്പയുടെ മാതൃഭവനത്തിൽ പൊതുദർശനത്തിന് വെച്ചു. ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ബാവയുടെ നേതൃത്വത്തിൽ 4 മണിക്ക് സംസ്കാര ശുശ്രൂഷ പൂർത്തിയായി. ഇതേ തുടർന്നാണ് സംസ്കാരം നടന്നത്. നിരവധി പ്രമുഖർ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു ബാബു പോളിൻ്റെ അന്ത്യം. 1941 ഏപ്രിൽ 11 എറണാകുളം ജില്ലയിലെ കുറുപ്പുംപടിയിൽ ജനിച്ച ബാബു പോൾ കുറുപ്പുംപടി MGM ഹൈസ്കൂളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടി. ആലുവ UC കോളേജ്, തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ്, മദ്രാസ് സർവകലാശാല എന്നിവിടങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസം നേടി. BSc എഞ്ചിനീയറിംഗ്, MA എന്നീ ബിരുദങ്ങൾക്ക് ശേഷം 64-ൽ IAS പ്രവേശിച്ചു. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ പ്രോജക്ട് കോർഡിനേറ്ററും സ്പെഷ്യൽ കളക്ടറുമായി 1971 മുതൽ പ്രവർത്തിച്ച ബാബു പോൾ ഇടുക്കി ജില്ല നിലവിൽ വന്ന 72 ജനുവരി 26 മുതൽ 75 വരെ ഇടുക്കി ജില്ലാ കളക്ടറായിരുന്നു. നിരവധി പത്രങ്ങളിലും നിരവധി മാധ്യമങ്ങളിലും അദ്ദേഹം കോളങ്ങൾ എഴുതിയിരുന്നു. അതിലൊക്കെ ഉപരിയായി അദ്ദേഹം എല്ലാ മതങ്ങളെയും ഉൾക്കൊണ്ട ഒരാളായിരുന്നു. എല്ലാ മതങ്ങളിലും അഗാധ പാണ്ഡിത്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രമുഖമായ ഗ്രന്ഥമായ വേദശബ്ദ രത്നാകരം എന്ന ബൈബിളിനെ ആസ്പദമാക്കിയുള്ള നിഘണ്ടുവിന് പുറമെ അദ്ദേഹം ഋഗ്വേദത്തിലും അടക്കം ഉപനിഷത്തുകളിലും അടക്കം അദ്ദേഹത്തിന് അഗാധ പാണ്ഡിത്യമുണ്ടായിരുന്നു. ഏതായാലും ബാബു പോളിൻ്റെ നിര്യാണത്തോടുകൂടി വലിയ ഒരു പണ്ഡിതനെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. IAS എന്ന ഒരു പരിമിതമായ ചുറ്റുപാടിന് അല്ലെങ്കിൽ ഒരു വരയ്ക്ക് അപ്പുറത്തേക്ക് കടന്നു ചെന്ന് സമൂഹത്തിൽ ഇടപെട്ട ആളായിരുന്നു അദ്ദേഹം. കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക മേഖലയിലെ നിറസാന്നിധ്യമാണ് ഇന്ന് അസ്തമിച്ചത്. ഏതായാലും ബാബു പോളിൻ്റെ സംസ്കാരത്തോടുകൂടി കേരളത്തിൻ്റെ ആ രംഗത്ത് വലിയ ഒരു വിടവാണ് ബാക്കി നിൽക്കുന്നത്. ബാബു പോളിന് സാംസ്കാരിക കേരളം ഇന്ന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. അദ്ദേഹത്തിന് ഇനിയും ഭൗതിക ശരീരം ഔദ്യോഗിക ബഹുമതികളോടെ അല്പം മുമ്പ് സംസ്കരിച്ചിരിക്കുകയാണ്.